നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഓണ ദിവസത്തിലെ വ്ളോഗിലോട്ടേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഓണം ആയതുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. ദിവസവും രാവിലെ ഞാനിങ്ങനെ നിലമൊക്കെ തുടച്ചതിന് ശേഷം മാത്രമേ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ശീലമായിപ്പോൾ. ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യും. ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ താഴേക്ക് പോവാണ്. ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഡെലിവറി വന്നിട്ടുണ്ട്. കുറച്ച് പച്ചക്കറിയും പാലും പഴവും പൂവൊക്കെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ശനിയാഴ്ച ഓർഡർ ചെയ്തതാണ്. ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ ജസ്റ്റ് 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം താഴെ പോയിട്ട് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മേലെ കൊണ്ട് വന്നു. ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഡെലിവറി ബോയ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സെക്യൂരിറ്റിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പോയത്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് അതൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഇപ്രാവശ്യം നേന്ത്രപ്പഴം കിട്ടിയിരുന്നു. അപ്പോൾ പഴമൊക്കെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കുറേ കാലമായി നേന്ത്രപ്പഴമൊക്കെ തിന്നിട്ട്. സാധാരണ നമ്മളിവിടെ അടുത്തൊരു മലയാളി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇതൊക്കെ വാങ്ങുക. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എങ്ങും പോകാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നേന്ത്രപ്പഴമൊക്കെ ബിഗ് ബാസ്ക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ്. പിന്നെ അതിനുശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ക്ലീൻ ചെയ്യും. അതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ വിനീഗറും അതുപോലെ തന്നെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ മോന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ഞാൻ ഓട്സ് ഉണ്ടാക്കും. പലപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഓട്സോ അല്ലെങ്കിൽ ബ്രെഡൊക്കെ ആയിട്ടാണ് കഴിക്കുക. ഫെസ്റ്റിവലൊക്കെ ഉള്ള സമയത്ത് ഞാൻ അധികവും പ്രിഫർ ചെയ്യുക ഇഡ്ഡലി ആണ്. കാരണം ഇഡ്ഡലിയുടെ കൂടെ തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു പണി എന്തായാലും കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അധികവും ചെയ്യുക. അപ്പോൾ മോൻ ആസ് യൂഷ്വൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അവനെ കുളിപ്പിച്ച് പുതിയ കോടിയൊക്കെ ഉടുപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ക്ലാസ്സിലിരുത്തി. അതിനുശേഷം ഫുൾ മൾട്ടി ടാസ്കിങ് ആയിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കുക്കറിൽ വേവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് വേറെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കൂട്ടുകറിക്കുള്ള കടല വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ വേവിക്കുന്ന സമയം കൊണ്ട് വേണം എനിക്ക് പച്ചക്കറി ക്ലീൻ ആക്കാനുണ്ട്. അതുപോലെ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഇതുപോലെ ഞാൻ സ്പ്രേ ചെയ്യും. ഇത് എത്തനോൾ സ്പ്രേ ആണ്. അപ്പോൾ എത്തനോൾ സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ. ഇതൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ. പച്ചക്കറികളൊക്കെ ഇതുപോലെ കഴുകിയെടുക്കും. മഞ്ഞളും ഉപ്പും വിനീഗറൊക്കെ ചേർത്ത വെള്ളത്തിൽ ഇതുപോലെ അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെക്കും. എന്നിട്ട് കഴുകി ഉണക്കി തുടച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കൂ. ഇനി അടുത്ത പരിപാടി കുളിക്കലാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാണ്. വാവിൻ്റെ കോക്കനട്ട് ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്ന, സോഫ്റ്റ് ആക്കുന്ന ഒരു ഫേസ് വാഷാണ്. എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഡ്രൈ ഡൾ സ്കിന്നുകാർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കോക്കനട്ട് വാട്ടറും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ആണ്. നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വാവിൻ്റെ തന്നെ ഒരു ഒപ്റ്റാൻ ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പാക്ക് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പാക്ക് ചെയ്യുന്നില്ല, വെറും സ്ക്രബ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഒപ്റ്റാൻ സ്ക്രബിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുമ്പം എനിക്ക് ചെറുതായിട്ട് എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ട്. കാരണം എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ബേസിനും അതുപോലെ തന്നെ സാൻഡൽവുഡ് പൗഡർ, ടെർമറിക് ഒക്കെയാണ്. അപ്പോൾ ടെർമറിക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പുകച്ചിലും എരിച്ചിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചു വന്നു. ഇനി ഞാൻ ഒരു ടോണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കോക്കനട്ട് വാട്ടറിൻ്റെ തന്നെ ടോണറാണ്. നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടോണറാണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് വാട്ടറും കുക്കുംബർ ഫ്രൂട്ട് വാട്ടറും അതുപോലെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഒക്കെയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോണർ.
ഈ ടോണർ നമുക്ക് ഫേസ് മിസ്റ്റായിട്ട് ഉപയോഗിക്കാം, കാരണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കും, സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് സെക്കൻഡിന് ശേഷം അതൊന്ന് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു കോക്കനട്ട് ഫേസ് ക്രീമാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ ഇയും കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡൊക്കെയാണ്. അപ്പോൾ കണ്ടോ, ഈ ഒരു ജാറിൽ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്രീം പുറത്തേക്ക് വരും. നമ്മളിങ്ങനെ അതിൻ്റെ ബോട്ടിലിൽ വിരലിട്ടിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ചെറിയൊരു ഓയിലി പോലെ തോന്നും, പക്ഷെ എളുപ്പം തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫേസ് അങ്ങനെ ഗ്രീസി ആയിട്ടിരിക്കില്ല, ഓയിലി ആയിട്ടിരിക്കില്ല, പക്ഷെ അതേസമയം ഫേസ് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത് വാവ് സ്കിൻ സയൻസിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വാവ് സ്കിൻ സയൻസിൻ്റെ ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. കാരണം പലപ്പോഴും അതിൽ ഓഫേഴ്സ് കാണാം, സൺഡേ ഓഫേഴ്സ്, പിന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഓഫേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിൽ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് വാങ്ങാറുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇതൊരു കോക്കനട്ട് ക്ലാരിഫയിങ് മിസെല്ലാർ വാട്ടറാണ്. അതായത് മേക്കപ്പ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതാണ് എൻ്റെ ഓണക്കോടി. സംഭവം കുറച്ച് ലൂസാണ്. ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ വന്നപ്പോൾ അജിയോന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ഓണത്തിനൊന്നും വീട്ടിൽ ഓണക്കോടിയിട്ട് നിൽക്കാറില്ല, കാരണം നമ്മളെപ്പോഴും അടുക്കളയിലായിരിക്കും, കുക്കിങ്ങിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഓണക്കോടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഡ്രസ്സ് ചീത്തയാവുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഓണക്കോടിയൊക്കെ ഇട്ട് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ റോച്ചുക്കുട്ടന് വന്നിട്ടുണ്ട്. റോച്ചുക്കുട്ടന്റെ ഓണക്കോടി കാണിച്ചേ. ഇതാണ് റോച്ചുക്കുട്ടന്റെ ഓണക്കോടി. ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ ചാനലിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ വകയായിട്ട് നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം ഞാൻ പൂക്കളിടുകയാണ്. മോൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു, അപ്പോൾ അവനെയും കൂട്ടിയിട്ട് അവൻ്റെ കൂടെ ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. പിന്നെ ആകെ 2 കളറേ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലോട്ടേക്ക് കയറി. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് കായയും അതുപോലെ ചേനയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേന ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേന ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ്. കാരണം ചേന കൈകൊണ്ട് മുറിക്കുമ്പോഴത്തേനും എനിക്ക് കൈയൊക്കെ ചൊറിയും, അലർജിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ജസ്റ്റ് കഴുകുകയോ വേണ്ടും, നല്ലോണം കട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അവിയലിനൊക്കെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ വാങ്ങാറുണ്ട്, അവിയലൊന്നും ഞാൻ വാങ്ങിക്കാറില്ല, അതൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്യും. പിന്നെന്താ, ഇന്നിപ്പോൾ എനിക്കും മോനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സദ്യ ഉണ്ടാക്കുന്നത്. പിന്നെ ഓണമല്ലേ, ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണസദ്യയും പൂക്കളും ഓണക്കോടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മോനൊക്കെ അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലട കിട്ടിയത് ഇൻസ്റ്റൻറ്റ് പാലടയാണ് കേട്ടോ. അത് ഇപ്പോൾ ബിഗ് ബാസ്ക്കറ്റിൽ എന്താണെന്നറിയില്ല, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡിയായി, അതോടൊപ്പം തന്നെ പായസം തിളക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ദൈവത്തിന് വെക്കും, അവിടെ വെച്ചിട്ട് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അതൊരു ശീലമാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പപ്പടം വാട്ടുകയാണ്. അപ്പോൾ ഇപ്പം എല്ലാം ആയി. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. സാമ്പാർ, കൂട്ടുകറി, അവിയൽ, പിന്നെ ഉപ്പേരി എന്ന് പറയുന്നത് തോരനാണ് കേട്ടോ. പിന്നെ പപ്പടം, പായസം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മോരൊക്കെ നമ്മൾ തൈരുണ്ടായിരുന്നു, പിന്നെന്താ അച്ചാർ, അതൊക്കെ ഉണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഓണസദ്യ. മോന് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു തിന്നാൻ വേണ്ടിയിട്ട്. അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കറികളും കൂടെ കൂട്ടിക്കുഴച്ച്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ കൂട്ടിക്കുഴച്ച് വരുമ്പോഴത്തേനും നല്ല എരിവായിരിക്കും, അതാണെങ്കിൽ അവന് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അവൻ ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല, പായസം കുടിച്ചു, അതവന് ഇഷ്ടമായി.
വൈകുന്നേരം നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങി. ഇത് പതിവുള്ളതല്ല, കൊറോണ തുടങ്ങിയ ശേഷം നമ്മളിങ്ങനെ വന്നിട്ടേ ഇല്ല നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് കരുതി ഓണമൊക്കെ അല്ലേ ഒന്ന് പുറത്തുനിന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെയല്ലേ, റോച്ചുകുട്ടനും ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാനും മോനും കുറച്ച് സമയം ഉച്ചക്ക് ഉറങ്ങി. ഉച്ചക്കല്ല, വൈകുന്നേരം ആയിപ്പോയി ഉറങ്ങാൻ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഇപ്പോഴും ക്ഷീണമുണ്ട്. ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ വന്നത്, കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ നമ്മൾ വ്ളോഗൊന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ കെയർ വീഡിയോകളല്ലാത്ത വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണില്ല. അപ്പോൾ സങ്കടം തോന്നും. നമ്മളിങ്ങനെ എഫേർട്സ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആരും കാണാതിരുന്നാൽ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വ്ളോഗ്സൊന്നും അങ്ങനെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തത്. പിന്നെന്താ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അടുത്ത് പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരുന്നു ഞാൻ പരസ്യത്തിൽ അഭിനയിച്ചോന്ന്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ചില ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ആ ഒരു പരസ്യം കണ്ടിരുന്നില്ല. സൈക്കിൾ അഗർബത്തിയുടെ ഒരു പരസ്യമായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ സെർച്ച് ചെയ്തു ആ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് എനിക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ കണ്ടു, ആ പരസ്യം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു വായയുടെ ചുറ്റുമുള്ള ആ ഒരു ഏരിയ തമ്മിൽ എന്തോ ഒരു സാദൃശ്യമുണ്ട്. അതുകൊണ്ടാവണം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത്. എൻ്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ചിലർ സമ്മതിക്കുന്നില്ല, ചിലർ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ, പരസ്യത്തിൽ അഭിനയിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു സാദൃശ്യമുള്ള വേറൊരു ലേഡിയാണ്. അപ്പം ഞാൻ കണ്ടിട്ടില്ല. കാണാത്തവർക്ക് അവരുടെ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ സൈഡിൽ എന്തായാലും കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരുടെ ഓണവും ഇതുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളും വീട്ടിലോട്ടേക്ക് മടങ്ങുകയാണ്. സന്ധ്യാസമയമാണ്, നിറയെ കൊതുകുണ്ട്. നമ്മൾ നല്ലോണം കടിച്ചു അവിടെ സ്റ്റോൺ ബെഞ്ചിലിരുന്നിട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണം ആശംസിക്കുന്നു. റോച്ചു. അപ്പോൾ ശരി, ടാറ്റാ, ടേക്ക് കെയർ, ബൈ.